സുഹൃത്തിനെ കൊലപ്പെടുത്തി കഷണങ്ങളാക്കി ശരീരഭാഗങ്ങൾ തോട്ടിലുപേക്ഷിച്ച കേസിൽ ദമ്പതികളായ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോട്ടയം പയ്യപ്പാടി മലക്കുന്നം സ്വദേശി സന്തോഷ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ദമ്പതികളായ കോട്ടയം മുട്ടമ്പലം സ്വദേശി കമ്മൽ വിനോദ് എന്ന് വിളിക്കുന്ന AR വിനോദ് കുമാർ, ഭാര്യ കുഞ്ഞുമോൾ എന്നിവരെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി J നാസർ ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി വിനോദിന് IPC 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപയും IPC 201 വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദ്യ 5 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ഒന്നാം പ്രതി അനുഭവിക്കേണ്ടത്. രണ്ടാം പ്രതിയായ കുഞ്ഞുമോൾക്കും 5 ലക്ഷം രൂപയും ജീവപര്യന്തവും തടവും തെളിവ് നശിപ്പിച്ചതിന് 2 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതി ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. പിഴത്തുകയായ 10,50,000 രൂപ കൊല്ലപ്പെട്ട സന്തോഷിന്റെ പിതാവിന് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ ഒന്നാം പ്രതി 2 വർഷവും രണ്ടാം പ്രതി കുഞ്ഞുമോൾ 6 മാസവും ശിക്ഷ അധികം അനുഭവിക്കണം. ആദ്യത്തെ തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതിക്ക് തെളിവ് നശിപ്പിക്കൽ പ്രകാരമുള്ള 5 വർഷമുണ്ട്. ആ 5 വർഷത്തിന് ശേഷമേ ഉള്ളൂ ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒന്നാം പ്രതിക്ക്. രണ്ടാം പ്രതി ഒന്നിച്ച് പിഴശിക്ഷ അച്ഛന് കൊടുക്കാൻ പറ്റും. അപ്പോൾ 5 5 10 10,50,000 രൂപ മരിച്ചുപോയ ആളുടെ അച്ഛൻ പിതാവിന് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം. 2017 ഓഗസ്റ്റ് 23-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഭാര്യയുമായി സന്തോഷിന് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു വിനോദ് കൊലപാതകം നടത്തിയത്. 4 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 27-ന് മാങ്ങാനം മന്ദിരം കലുങ്കിന് സമീപത്ത് നിന്ന് തലയില്ലാത്ത ശരീരഭാഗം 2 ചാക്കുകളിലായി കണ്ടെത്തി. അന്നത്തെ കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ SHO ആയിരുന്ന സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലായിരുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മരണപ്പെട്ട് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം ശേഷമാണ് ഈ ബോഡി ഒരു പ്യൂട്രിഫൈഡ് അവസ്ഥയിലാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ തലയില്ലാത്തൊരു ശരീരഭാഗമായിരുന്നു. അപ്പോൾ മരിച്ചത് ആരാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്, തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കടമയായിട്ടുണ്ടായത്. അത് സക്സസ്ഫുൾ ആയതുകൂടി ഞങ്ങൾക്ക് ഇത് മരിച്ച ആരാണെന്നും അയാളുടെ വൈരാഗ്യമുള്ള ആരാണെന്നും അങ്ങനെ ഈ പ്രതിയിലേക്ക് എത്താനും, പിന്നെ ശാസ്ത്രീയമായി ദൃക്സാക്ഷികളില്ലാത്തതുകൊണ്ട് സംഭവ സ്ഥലത്തു നിന്നും സാഹചര്യങ്ങളിൽ നിന്നുണ്ടായിരുന്ന എല്ലാ വളരെ ശാസ്ത്രീയമായ തെളിവുകൾ, അതുപോലെ തന്നെ മൊബൈൽ ഡീറ്റെയിൽസ്, ഡോക്യുമെൻ്ററി എവിഡൻസുകൾ, ഇങ്ങനെയെല്ലാം കൂടെ മറ്റ് സാഹചര്യ തെളിവുകൾ ശേഖരിച്ച് ഒരു കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി സമർപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഇപ്പോൾ ഉണ്ടായത്. അതിൽ വളരെ സന്തോഷം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സിറിൽ തോമസ് പാറപ്പുറം, അഡ്വക്കേറ്റ് ധനുഷ് ബാബു, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് S എന്നിവരാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.